നമസ്കാരം. പ്രധാന വാർത്തകൾ. അങ്ങാടിപ്പുറം പരിയാപുരത്ത് വീണ്ടും പുലിഭീതി. കുറുക്കന്റെ ശരീരാവശിഷ്ടങ്ങൾ പ്രദേശത്ത് കണ്ടെത്തി. വനപാലകർ സ്ഥലത്ത് പരിശോധന നടത്തി. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാൻ നീക്കം. ആരോടായാലും തന്റെ നിലപാടുകൾ പറയാൻ ഭയമില്ലെന്ന KTDC ചെയർമാൻ PK ശശി. എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് വ്യക്തമായ നിലപാടുണ്ട്. മാധ്യമങ്ങൾ തന്റെ ചില വാക്കുകൾ അടർത്തിയെടുത്തു നൽകുന്നുവെന്നും PK ശശി. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ മെമു സർവീസുകൾ 2 മാസത്തിനകം ആരംഭിച്ചേക്കും. പരീക്ഷണാടിസ്ഥാനത്തിലാകും ട്രെയിനുകൾ ഓടിക്കുക. രാത്രികാല മെമുവും പകൽ സമയ മെമുവും പരിഗണനയിൽ. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ട്രോഫി നൽകിയതിൽ അട്ടിമറി. ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ പോയിന്റിൽ ക്രമക്കേട് കണ്ടെത്തി. ഓവറോൾ നേടിയ എടപ്പലം PT മെത്തീങ്കാന സ്കൂളിൽ നിന്നും ട്രോഫി തിരിച്ചുവാങ്ങി നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകും. ക്രമക്കേട് നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് AEO. ഒറ്റപ്പാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. സുരക്ഷിതമല്ലാതെ സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. മത്സ്യ മാംസ കടകളിലും പരിശോധന. വിശദമായ വാർത്തകളിലേക്ക്. അങ്ങാടിപ്പുറം പരിയാപുരത്ത് വീണ്ടും പുലിഭീതി. പ്രദേശത്ത് കുറുക്കന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. തുടർന്ന് വനപാലകരെത്തി ഈ ഭാഗത്ത് പരിശോധനയും നടത്തി. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടതായി പറയപ്പെടുന്ന പ്രദേശത്താണ് കുറുക്കന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി സ്ഥലത്ത് പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം പ്രദേശവാസിയും ചില യാത്രക്കാരും ചീരട്ടാമല പരിയാപുരം റോഡിനടുത്തായി പുലിയെ കണ്ടതായി പറയപ്പെടുന്നു. കുറുക്കന്റെ ഭക്ഷിച്ച നിലയിലുള്ള ജഡം ടാപ്പിംഗ് തൊഴിലാളികൾ കണ്ടതോടെ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന ഭീതിയിലാണ് നാട്ടുകാർ. പല സ്ഥലങ്ങൾ പരിയാപുരം മേഖലയിലെ പല സ്ഥലങ്ങളിലും ഇതായിപ്പോൾ ഇന്നിപ്പോൾ ഇതിപ്പോൾ കുറുക്കനെ കുറുക്കൻ്റെ മുഴുവനും തിന്ന് കഴിഞ്ഞു. നമ്മളത് നിസ്സാരമായിട്ട് കാണാതെ പുലി അല്ല എന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് 100% അത് സത്യമാണ്. അത് ഞങ്ങൾ പേടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്. നമ്മളെ ഈ വീടുകൾ ചുറ്റുപാടും നിറയെ വീടുകളാണ്. ഇങ്ങനൊരു നാടൻ പ്രദേശം, ഇത് വനാന്തരമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് പുലി ഇറങ്ങുമ്പോൾ അത് അധികാരികൾ അത് കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. പുലിയെ ഒഴിവാക്കണം. ഇവിടെ ആട, കന്നുകാലി, മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളാണ്. കൃഷിക്കാർ കൂടുതലുള്ള അടുത്തടുത്ത് താമസ സ്ഥലങ്ങളാണ്. ഈ പുലികൾ രാത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ പകലിറങ്ങിയാലും മനുഷ്യനെ പേടി സ്വപ്നം. പിള്ളേർക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വൈകുന്നേരത്താണ് ഈ പിള്ളേരൊക്കെ കളിയും പരിപാടി എല്ലാം ചുറ്റുപാടെല്ലാം കളികളുള്ളതാണ്. ഒറ്റയ്ക്കൊക്കെ പോകുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ചാടി വേണമെങ്കിൽ ഒരു രക്ഷയില്ല. പുലി എങ്ങനെയും കൂടി വെച്ചിട്ട് പുലിയെ ഒഴിവാക്കണം. നാട്ടുകാർക്ക് എല്ലായിടത്തും ആക്ഷേപമുണ്ട്. ഇവിടെ മലയിലുണ്ടായി, ഇവിടെ ഉണ്ടായി, പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഈ കാഴ്ച ഒരു കുറുക്കനെയാണ് ഇത് പുലി പിടിച്ചിട്ട് അതിൻ്റെ മാംസം മുഴുവൻ ഭക്ഷിച്ചിട്ട് ബാക്കി അവശിഷ്ടം അവിടെ ഇട്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു താമസിക്കുന്നതും റബ്ബർ കർഷകരേറെയുള്ള ഈ സ്ഥലത്ത് ടാപ്പിങ് ഒരാഴ്ചക്കാലമായി ഇവിടെ ടാപ്പിംഗ് ജോലിക്ക് നിർത്തിവെച്ചിരിക്കുകയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും നഷ്ടമുണ്ടാകുന്ന ഇതിനെതിരെ അധികൃതർ വളരെ കാര്യഗൗരവമായി തന്നെ ഈ വിഷയം കണക്കിലെടുത്തുകൊണ്ട് ആൾക്കാരെ ഈ പേടി സ്വപ്നത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് ഇതിനൊരു സംവിധാനം ഇവിടെ കൂടുവെക്കുകയോ അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഉറപ്പ് തന്നിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ അതിനുവേണ്ട പ്രവൃത്തി ചെയ്യണം. പ്രദേശത്ത് തെരുവു നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും സാന്നിധ്യം കുറഞ്ഞതായാണ് വിവരം. കുറുക്കന്റെ അവശിഷ്ടം കൂടി കണ്ടതോടെ ബുധനാഴ്ച വനപാലകരെത്തി പരിശോധിച്ചു. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വനപാലകർ. ആരോടായാലും തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്നു പറയുന്ന ആളാണ് താനെന്ന് KTDC ചെയർമാൻ PK ശശി. ഇതിനൊരു ഭയവുമില്ല. എല്ലാ കാര്യവും സംബന്ധിച്ച് വ്യക്തമായ നിലപാട് തനിക്കുണ്ട്. രാഷ്ട്രീയ എതിരാളികളോട് ഒരിക്കലും ശത്രുത വെച്ച് പുലർത്തുന്ന ആളല്ല താൻ. ഇപ്പോൾ മാധ്യമങ്ങൾ തന്റെ ചില വാക്കുകൾ അടർത്തിയെടുത്ത് സ്നേഹം കാണിക്കുകയാണെന്നും PK ശശി പറഞ്ഞു. കരിമ്പുഴ പഞ്ചായത്തിൽ സേവനങ്ങൾക്കായി എത്തുന്നവർക്ക് പ്രസിഡന്റ് ആരംഭിച്ച ചായ സൽക്കാര പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു PK ശശി. ഏത് കാര്യത്തെ സംബന്ധിച്ചും എനിക്ക് വ്യക്തമായ നിലപാട്. എല്ലാ കാലത്തും ഞാൻ എനിക്കൊരു നിലപാട്. എന്റെ നിലപാടുകൾ സുഖ്യത്വവുമാണ്. ഏത് പ്രശ്നമാണ് ആ നിലപാടുകൾ പരസ്യപ്പെടുത്താനും ആ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാനും നാടിതുവരെ ഒരു ഭയവും എനിക്കുണ്ടായിട്ടില്ല.
ഇത് കുഞ്ഞുനാൾ മുതൽ പഠിച്ചിട്ടുള്ള ഒരു സ്വഭാവം. സാധാരണ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന നേരം നമ്മളിങ്ങനെ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ പലതും പറഞ്ഞു പോകും. അതിൽ ഏതാണ് എനിക്ക് അപകടം എന്ന് നോക്കി അത് മാത്രം കൊടുക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന മാധ്യമ പ്രവർത്തകർ ധാരാളമുള്ള നാടാണ് നമ്മുടെ നാട്. നല്ല പോലെ കൊടുക്കുക, എന്നെ സ്നേഹിച്ചിട്ടാണ് കേട്ടോ, എന്നെ വിരോധമല്ലേ, നല്ല സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അടർത്തിയെടുത്ത് ഏതാണ് എനിക്ക് എതിരായിട്ട് വരിക, ഏതാണ് എനിക്ക് അപകടം ഉണ്ടാക്കി വെക്കുക, ആ ഭാഗം മാത്രം എടുത്തിട്ട് അതാണ് കൊടുക്കുക. അതുപോലെ ആ വഴിയിലൂടെയാണല്ലോ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിലിപ്പോൾ വലിയ ബേജാറില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു സമീപനം അത് തന്നെയാണ്. ഏത് നല്ല പ്രവൃത്തി ആര് ചെയ്താലും ആ നല്ലതിനെ അംഗീകരിക്കാൻ ഉള്ളൊരു മനസ്സ് നമുക്ക് രൂപപ്പെടണം. ഏത് രാഷ്ട്രീയം നോക്കാൻ പാടില്ല. ഇതിൽ ചില ആളുകൾ പിന്നെ എന്നോട് അടുപ്പമുള്ള ചില ആളുകൾ തന്നെ എന്നോട് പറയാറുണ്ട്, അത്തരമൊരു നിലപാട് സ്വീകരിക്കണ്ട. പക്ഷെ അങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളോട് ഒരു നിതാന്തമായ ശത്രുത, ഒരു വെറുപ്പ്, കുടിപ്പട വെച്ച് പുലർത്തുന്ന രീതിയോട് എന്റെ ജീവിതത്തിൽ നാളിതുവരെ ആ സമീപനം ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് എനിക്ക് നിങ്ങളോട് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ മെമു സർവീസുകൾ 2 മാസത്തിനകം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചേക്കും. ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതിനെ തുടർന്നാണ് പാതയിൽ മെമു സർവീസിന് സാധ്യത തെളിഞ്ഞത്. മെമു ട്രെയിൻ സർവീസ് ആരംഭിച്ചാൽ നിരവധി യാത്രക്കാർക്ക് ഇത് പ്രയോജനപ്പെടും. ജനുവരി 1-നാണ് ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്. ഇതോടെ ഈ പാതയിൽ മെമു എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിൻ സർവീസുകൾക്ക് സാധ്യത തെളിഞ്ഞു. രാത്രികാല മെമുവും പകൽ സമയ മെമുവും റെയിൽവേ പരിഗണിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ച് റെയിൽവേ ബോർഡിന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. 2 മാസത്തിനകം റൂട്ടിൽ മെമു സർവീസുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുമെന്നും വൈകില്ലെന്നുമാണ് റെയിൽവേ അധികൃതർ നൽകുന്ന സൂചന. ഷൊർണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന എറണാകുളം ഷൊർണൂർ മെമു, കോയമ്പത്തൂർ ഷൊർണൂർ മെമു ഈ ട്രെയിനുകൾ നിലമ്പൂരിലേക്ക് നീട്ടാനാണ് പാലക്കാട് ഡിവിഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. 8:40 ഷൊർണൂരിലെത്തുന്ന എറണാകുളം ഷൊർണൂർ മെമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടാൻ റെയിൽവേ നേരത്തെ തീരുമാനമെടുത്തതാണ്. ഈ മെമു രാത്രി നിലമ്പൂരിലേക്ക് പോവുകയും പുലർച്ചെ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് മടങ്ങി കണ്ണൂർ എക്സ്പ്രസ്സായി യാത്ര തുടരാനുമാണ് റെയിൽവേ ആലോചിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ നിലമ്പൂർ റോഡിലെ യാത്രക്കാർക്ക് ഷൊർണൂരിൽ എത്തിയാൽ കൂടുതൽ ട്രെയിനുകൾ ലഭ്യമാകുന്നതിന് സാധ്യമാകും. നിലവിൽ രാത്രി 8:15 ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് അവസാന ട്രെയിൻ സർവീസ്. പുലർച്ചെ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലെത്തുന്ന മെമുവിലെ യാത്രക്കാർക്ക് കൂടുതൽ ട്രെയിനുകൾ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടാകും. രാവിലെ 6:05 പാലക്കാട് നിന്ന് ആരംഭിച്ച് 7:05 ഷൊർണൂരും 8:45 നിലമ്പൂരിലും എത്തുന്ന പാലക്കാട് നിലമ്പൂർ ട്രെയിൻ മെമു സർവീസാക്കുന്ന കാര്യവും റെയിൽവേ പരിഗണിക്കുന്നുണ്ട്. ഇത് പരിഗണിക്കുകയാണെങ്കിൽ രാവിലെ 9:55 ഷൊർണൂരിലേക്കുള്ള സർവീസും മെമു സർവീസായി മാറ്റിയേക്കാനാണ് സാധ്യത. കോയമ്പത്തൂർ ഷൊർണൂർ മെമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യവും റെയിൽവേ അധികൃതർക്ക് മുന്നിലുണ്ട്. ലോക്കോകൾ ആവശ്യത്തിന് ലഭ്യമാവാത്തതാണ് കൂടുതൽ സർവീസുകൾ ഇലക്ട്രിക് ട്രെയിനുകളാക്കി ഓടിക്കാൻ കാലതാമസം വരുത്തുന്നത്. മേലാറ്റൂരിലെ ചോലക്കുളത്തെ സബ്സ്റ്റേഷനിലും റെയിൽവേയുടെ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലുമായി ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്ന റിലേ സെറ്റിംഗിന്റെ പ്രവൃത്തിയും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. റെയിൽവേ പാതയിലെ വൈദ്യുതി ലൈനിന് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതിന് അധിക സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. അതേസമയം റൂട്ടിൽ നിർത്തലാക്കിയ കോട്ടയം എക്സ്പ്രസിന്റെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കാൻ നടപടി ആയിട്ടില്ല. നിരവധി യാത്രക്കാർ കോട്ടയം എക്സ്പ്രസ് സർവീസിനെ ആശ്രയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ ട്രോഫി നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് കൈമാറാൻ തീരുമാനം. എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഓവറോൾ ട്രോഫി നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി AUAക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓവറോൾ പോയിന്റ് കണക്കാക്കിയതിൽ ക്രമക്കേട് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് ട്രോഫി നടുവട്ടം സ്കൂളിന് നൽകാൻ തീരുമാനമായതെന്നും AUO RP ബാബുരാജ് അറിയിച്ചു. നവംബർ 15 പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം എടപ്പലം സ്കൂളിൽ സമാപിച്ചത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ എടപ്പലം സ്കൂളിനെ ഓവറോൾ ജേതാക്കളായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചില മത്സരഫലങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾ AEOക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ട സമിതിയെ അന്വേഷിക്കാനായി നിശ്ചയിച്ചു.
സമിതി നടത്തിയ അന്വേഷണത്തിലാണ് ചില ക്രമക്കേടുകൾ കണ്ടെത്തിയത്. രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് മാറ്റിയെഴുതിയുള്ള ക്രമക്കേടാണ് നടത്തിയതെന്നാണ് നടുവട്ടം സ്കൂൾ അധികൃതർ ആരോപിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിലുണ്ടെന്നും ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ കർശനമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പട്ടാമ്പി AEO RB ബാബുരാജ് അറിയിച്ചു. സ്കൂളിന് ട്രോഫി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം സ്കൂളിൽ ആഹ്ലാദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. സുരക്ഷിതമല്ലാതെ സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കളും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടികൂടി. വെറൈറ്റി മസാല ഇല്ല ഇതിൽ. നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിലും മലിനജലം പുറത്തേക്കൊഴുക്കുവാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങളിലുമാണ് നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം സ്ക്വാഡ് പരിശോധന നടത്തിയത്. നഗരത്തിലെ 5 ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്തെ ഫാലിബി മിക്സോ ഗ്രിൽസ് റെസ്റ്റോറൻറ്റ്, 19-ാം മൈലിലെ ടി റെസ്റ്റോറൻറ്റ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് സുരക്ഷിതമല്ലാതെ സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. ന്യൂറ റെസ്റ്റോറൻറ്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടിച്ചെടുത്തു. ഹോട്ടലുകൾക്ക് ആരോഗ്യ വിഭാഗം പിഴ ചുമത്തി. കൂടാതെ മീൻ, മാംസം വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്തെ വെറൈറ്റി ഫിഷ് സെന്ററിൽ നിന്ന് മലിനജലം പൊതുകാനയിലേക്ക് ഒഴുക്കുന്നതായി കണ്ടെത്തി. തുടർന്ന് സ്ഥാപനത്തിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചു. വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധനകൾ നടക്കുമെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് തത്തയിങ്ങലത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. പട്ടയങ്ങൾ തയ്യാറാക്കുന്ന ജോലി 10 ദിവസത്തിനകം പൂർത്തിയാകും. തത്തയിങ്ങലത്ത് 3 വർഷം മുൻപ് 1 ഏക്കർ വീതം കൃഷിഭൂമിക്ക് പട്ടയം നൽകിയ ആദിവാസി വിഭാഗങ്ങൾക്ക് വീട് വയ്ക്കാനാണ് സ്ഥലം നൽകുന്നത്. 1 മാസത്തിനകം സ്ഥലം അനുവദിക്കുമെന്ന് സെപ്റ്റംബറിൽ ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിരുന്നെങ്കിലും നടപടിയായിരുന്നില്ല. 1 ഏക്കർ ഭൂമിയുടെ പട്ടയം ലഭിച്ചിട്ടും തത്തയിങ്ങലത്തെ ആദിവാസി കുടുംബങ്ങൾ വാടക വീട്ടിൽ കഴിയുന്നത് മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. തുടർന്ന് പട്ടയമേളയ്ക്കെത്തിയ മന്ത്രി കെ രാജൻ ഇടപെട്ടാണ് ഇവർക്ക് വീട് വയ്ക്കാൻ ഭൂമി നൽകാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്നാണ് കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം തത്തയിങ്ങലത്ത് എത്തിയത്. ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറായി. പട്ടയങ്ങൾ തയ്യാറാക്കുന്ന ജോലിയാണ് പുരോഗമിക്കുന്നത്. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് സ്ഥലം കൈമാറാനാകുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു. 2021 ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആദിവാസി വിഭാഗങ്ങളിലെ 253 പേർക്കാണ് 1 ഏക്കർ വീതം സ്ഥലത്തിന്റെ പട്ടയം നൽകിയിരുന്നത്. കൃഷിക്ക് അനുയോജ്യമല്ലെന്ന് പറഞ്ഞ് പട്ടയുടമകൾ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന കുമരമ്പത്തൂർ പഞ്ചായത്തിൽ PMAY പദ്ധതിയിൽ വീട് അനുവദിച്ചവരുടെ സംഗമവും ആദ്യ ഗഡു വിതരണവും നടത്തി. പഞ്ചായത്തിൽ 350 പേർക്കാണ് വീടുകൾ അനുവദിച്ചത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 8 പഞ്ചായത്തുകളിൽ 3041 വീടുകളാണ് നൽകുന്നത്. ഇതിനായി 2.45 കോടി രൂപയാണ് തനത് ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അധ്യക്ഷത വഹിച്ച സ്ഥിരം സമിതി അധ്യക്ഷൻ ചെറുട്ടി മുഹമ്മദ് പറഞ്ഞു. 8 പഞ്ചായത്തുകളിൽ 3041 വീടുകൾ PMAYയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ ആദ്യ ഗഡു കൊടുക്കുന്ന ഒരു സംഗമമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തുടങ്ങി ഇന്ന് അവസാനിക്കുന്ന സംഗമം ഓരോ പഞ്ചായത്തുകളിൽ നിന്നും 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2019 നിങ്ങൾ അപേക്ഷ നൽകി. കഴിഞ്ഞ 5 വർഷക്കാലത്തോളം നിങ്ങൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും കഠിനമായ ശ്രമത്തിന്റെ ഫലമായി ഇന്ന് നമുക്കതിന് നിങ്ങളുടെ വീട് എന്ന സ്വപ്നത്തിന് യാഥാർത്ഥ്യം വഹിക്കുന്നതിന് വേണ്ടി നമുക്കതിനുള്ള സമയമെടുത്തിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ 120ഓളം ആളുകൾ ഇവിടെ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊക്കെ വളരെ അഭിമാനമാണ്. ഗ്രാമങ്ങളിലുള്ള ആളുകളെ സഹായിക്കാൻ
പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയായി നമ്മൾ PMAY മാറിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് ഇന്ന് വീട് കെട്ടാൻ വേണ്ടി, വീട് പണിയാൻ വേണ്ടി ബുദ്ധിമുട്ടായ ഈ അവസരത്തിൽ അത് വളരെ നന്നായി പൂർത്തിയാക്കാൻ നമ്മുടെ സർക്കാരുകളുടെ ഇടപെടലുകൾ, അതിൽ ത്രിതല പഞ്ചായത്തിന്റെ ഇടപെടലിൽ, അതിൽ പ്രത്യേകിച്ചും ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളാണ് PMAY നമ്മൾ നടത്തുന്നത്. കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിജി ടോമി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോടൻ, രമാ സുകുമാരൻ, കുമരമ്പത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ സഹദരിയൂർ, കെ ലക്ഷ്മിക്കുട്ടി, ഇന്ദിര മഠത്തുംപള്ളി, സെക്രട്ടറി ഡി അജിത് കുമാരി, ജോയിന്റ് BDO സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വിവിധ സേവനത്തിനെത്തുന്നവർക്ക് ഇനി ചൂട് ചായയും കുടിക്കാം. പ്രസിഡന്റിന്റെ ഓണറേറിയം ഉപയോഗിച്ച് സൗജന്യമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടന്നു. കരിമ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ വിവിധ സേവനങ്ങൾക്കെത്തുന്നവർ ഇനി മുഷിഞ്ഞിരിക്കേണ്ട. നല്ല ചൂട് ചായയും പായസവും ഐസ്ക്രീമുമൊക്കെ നിങ്ങൾക്ക് മുന്നിലെത്തും. തൻ്റെ ഓണറേറിയം ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫയാണ് സ്നേഹമധുരം 2K25 എന്ന പേരിൽ ചായ സൽക്കാരം തുടങ്ങിയത്. സൗജന്യമായി ചായയും പായസവും ഐസ്ക്രീമും നൽകുന്നതാണ് പദ്ധതി. KTDC ചെയർമാൻ PK ശശി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കൂ, പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വരുന്ന വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ഓഫീസുകൾ. അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സമയം എടുക്കും. അരമണിക്കൂർ മാത്രമല്ല, 1 മണിക്കൂറൊക്കെ എടുത്തു വരും. അങ്ങനെ എടുക്കുമ്പോൾ കാത്തിരിക്കേണ്ടി വരികയാണ്. അങ്ങനെ കാത്തിരിക്കുമ്പോണ്ടാകുന്ന മനപ്രയാസമുണ്ട്. കാത്തിരിക്കുന്നവന് മാത്രമേ ആ മനപ്രയാസം മനസ്സിലാവൂ. ആ കാത്തിരിക്കുന്നവരുടെ മുഷിപ്പകറ്റുന്നതിന് വേണ്ടി, അവരുടെ പ്രയാസം അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ചായ കൊടുക്കുന്നു, ഐസ്ക്രീം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഐസ്ക്രീം കൊടുക്കുന്നു, ഒരു പായസം കൊടുക്കുന്നു. പക്ഷേ പിന്നെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊന്നും അത് കഴിക്കണമെന്നില്ലല്ലോ, കഴിയില്ല. എന്താ കാര്യം വെച്ചാൽ പ്രയാസം എന്ന് വെച്ചാൽ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വളരെ പാവപ്പെട്ട ചില ആളുകളുണ്ടാവും പഞ്ചായത്ത്, അവർക്ക് കഴിയില്ല, അവർക്കത് ഒരിക്കലും അതാകാൻ കഴിയില്ല. അപ്പോ ഇത് മറ്റ് സൗകര്യങ്ങൾ കൂടി വന്നതുകൊണ്ട് ആ സൗകര്യത്തിന്റെ കൂടി ബലത്തിൽ ഹനീഫ ഈ കാര്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും അതിനൊരു മനസ്സ് കാണിച്ചു എന്നുള്ളത് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. ജിഞ്ചർ, ലെമൺ, പൈനാപ്പിൾ, ഗ്രീൻ തുടങ്ങിയ 4 തരം ചായയുണ്ട്. 4 ദിവസം ചായയും 1 ദിവസം ഐസ്ക്രീമും 1 ദിവസം പായസവുമായിരിക്കും. കുട്ടികൾക്ക് മിഠായിയും കിട്ടും. 1 ദിവസം 50 മുതൽ 100 വരെ പേർ സേവനങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നുണ്ട്. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വരുന്ന നവവധൂവരന്മാർക്കും പ്രത്യേക സമ്മാന പദ്ധതി തുടങ്ങി. മാജിദ പർവീൻ, നിയാസ് ദമ്പതിമാർ ആദ്യ സമ്മാനം KPCC സെക്രട്ടറി P ഹരിഗോവിന്ദനിൽ നിന്ന് ഏറ്റുവാങ്ങി. ചടങ്ങിൽ പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം PA തങ്ങൾ, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, വൈസ് പ്രസിഡന്റ് N സാജിറ, അനസ് പമ്പ്ര, സുരേഷ് തെങ്ങിൻതോട്ടം, M മോഹനൻ, കൃഷ്ണനുണ്ണി, K നാരായണൻ, KK ഷൗക്കത്ത് അലി, ഷീബ പാട്ടത്തൊടി, K രജിത, NS പമ്പ്ര, നിഷാരാമൻ, സമീറ സലീം, PC കുഞ്ഞിരാമൻ, T ശ്രീജ, CP സാദിഖ്, രാജു കരിയോട്, ചാമി എന്നിവർ പങ്കെടുത്തു. NTU പാലക്കാട് റവന്യൂ ജില്ലാ സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിലായി പട്ടാമ്പിയിൽ വെച്ച് നടക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ തയ്യാറാക്കിയ KT ജയകൃഷ്ണൻ മാസ്റ്റർ നഗറിൽ വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പ്രതിനിധി സമ്മേളനം NTU സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി KK രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തും. 11 ശനിയാഴ്ച രാവിലെ റിട്ടയർഡ് DGP ജേക്കബ് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. NTU സംസ്ഥാന സെക്രട്ടറി T അനൂപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ സംഘടനാ നേതാക്കൾ സമ്മേളനത്തിൽ സംബന്ധിക്കും. തുടർന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഡോക്ടർ MV നടേശൻ മുഖ്യപ്രഭാഷണം നടത്തും. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുക്കും. RSS പട്ടാമ്പി ഗണ്ട് സംഘചാലക് P ശിവകുമാർ സമാപന പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അധ്യാപന, രാഷ്ട്ര സേവനം, വിദ്യാഭ്യാസം രാഷ്ട്ര പുരോഗതിക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഒരേ സമയം അധ്യാപനം എന്നത് രാഷ്ട്ര സേവനമാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുകയും അതിനോടൊപ്പം തന്നെ അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ദേശീയ അധ്യാപക പരിഷത്തിന് ഇന്ന് അധ്യാപകർക്കിടയിൽ വലിയ ഒരു സമ്മതി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉയർത്തലുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന കാര്യപരിപാടികൾ AJ ശ്രീനിവാസിൻ്റെ ഉദ്ഘാടന സഭയോടുകൂടിയാണ് ആരംഭിക്കുക. മുഖ്യപ്രഭാഷണം KK രാജേഷ് NTU സംസ്ഥാന സെക്രട്ടറി നിർവഹിക്കും. മധ്യമേഖലാ സെക്രട്ടറി സെനറ്റ് മെമ്പറുമായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറുമായ AV ഹരീഷ് മാസ്റ്റർ ആശംസകൾ നേർന്ന് പട്ടാമ്പിയുടെ ഉപജില്ലാ പ്രസിഡന്റ് K ജയരാജൻ നന്ദി അറിയിച്ചുകൊണ്ട് പ്രതിനിധി സമ്മേളനം അന്നത്തെ ദിവസം 10-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തുടങ്ങുന്ന പ്രതിനിധി സമ്മേളനം 8 മണിയോടെ അവസാനിക്കുന്നതായിരിക്കും. NTU സംസ്ഥാന സമ്മേളനം ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ പത്തനംതിട്ടയിൽ നടക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി KK രാജേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK ഗണേഷ്, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി MP ബിജോയ് എന്നിവർ അറിയിച്ചു. മുതുതല ഗ്രാമപഞ്ചായത്തിനെതിരെ UDF ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. പാലിയേറ്റീവ് സമിതിക്ക് വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നതായി ആരോപിച്ച് കഴിഞ്ഞ ദിവസം UDF പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാനായി ഭരണസമിതി രംഗത്ത് വന്നത്. പാലിയേറ്റീവ് വാഹനം ദുരുപയോഗം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലിയും വൈസ് പ്രസിഡന്റ് C മുകേഷും മറ്റ് അംഗങ്ങളും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടെ ചില ക്രമക്കേടുകൾ അവിടുത്തെ ജയിച്ച് നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയും അത് ബോധ്യപ്പെടുവാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഡ്രൈവറായിരുന്ന മണികണ്ഠൻ്റെയും പാലിയേറ്റീവ് സമിതിയുടെ കൺവീനറുടെ ഒരു പരാതി ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ആ ലഭിച്ചപ്പോൾ തന്നെ ഒട്ടും സമയം പാഴാക്കാതെ നമ്മൾ മെഡിക്കൽ ഓഫീസറോട് വിശദീകരണം തേടുകയും അദ്ദേഹം തന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്രമക്കേട് നടത്തിയിട്ടുള്ളതായി ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം അത് തെറ്റ് നമ്മളോട് സമ്മതിച്ചതാണ്, തെറ്റ് പറ്റിപ്പോയി എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയാവുന്ന അധികാരം വെച്ച് നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ആ ചട്ടം പ്രകാരമാണ് നമ്മൾ അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് സസ്പെൻഷൻ ചെയ്തത്. പക്ഷേ ആ സസ്പെൻഷൻ അതിൻ്റെ മേൽ DMO അവരാണ് സസ്പെൻഷൻ നടത്തേണ്ടത് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും അത് പ്രകാരം മെഡിക്കൽ ഓഫീസർ ആ ഉദ്യോഗസ്ഥനെ വീണ്ടും ജോയിൻ ചെയ്യിച്ച് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ ആ നടപടിയിൽ ഭരണസമിതി അതിൻ്റെ പ്രതിഷേധം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ നിയമപരമായിട്ട് നമ്മൾ ആരോഗ്യമന്ത്രിക്ക് അതുപോലെ ഡയറക്ടർ DH DMOക്ക് ഒക്കെ നമ്മുടെ പരാതി നമ്മൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യം ഇതായിരിക്കെ ഇപ്പോൾ UDF യഥാർത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഭരണസമിതിയെയും മറ്റും വളരെ കരിവാരിത്തേക്കുന്ന ഒരു തരം ഇതായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഭരണസമിതിയിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് ഭരണസമിതിയിൽ ഈ സസ്പെൻഷൻ നടപടി അംഗീകരിക്കുന്ന ഭരണസമിതിയിൽ UDF മെമ്പർമാർ 6 പ്രതിപക്ഷ ഇതിലുള്ളതിൽ 4 മെമ്പർമാർ അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെ അനുകൂലിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. മറ്റുള്ള എല്ലാവരും നമ്മളുടെ നടപടിക്ക് ഒപ്പം നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഭരണസമിതി തീരുമാനം ഉണ്ടായത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥനെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത നടപടിയിൽ നമ്മൾ ഇതായിട്ട് പോയിട്ടുണ്ട്. വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. ഇതിനെ ഇല്ലാതാക്കാനുള്ള ആരോപണങ്ങളാണ് UDF നടത്തുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ശ്രീകൃഷ്ണപുരത്ത് മെഗാ തിരുവാതിരക്കളി അരങ്ങേറും. 250 പേർ തിരുവാതിരക്കളിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് വൈകിട്ട് 4:30 ആതിരയരങ്ങ് എന്ന പേരിലാണ് മെഗാ തിരുവാതിരക്കളി അരങ്ങേറുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമാഗതമായിരിക്കുകയാണ് ഈ വരുന്ന 12-ാം തീയതി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി മൈതാനിയിൽ വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ലാത്തത്ര ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ തിരുവാതിര എന്ന ഒരു പരിപാടി. ഇതിനു മുമ്പ് ഒരു തിരുവാതിര ആഘോഷം ഞങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടത്തിയിട്ടുണ്ട്.
അതിൽ നിന്ന് വിഭിന്നമായി കൊണ്ടുള്ള ഒരു വലിയ പരിപാടിയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇതൊരു കമ്പോളവൽക്കരണ പരിപാടിയല്ല. നമ്മളിപ്പോൾ അടുത്ത കാലത്ത് വിവാദമായിട്ടുള്ള മെഗാ ഭരതനാട്യത്തെക്കുറിച്ചൊക്കെ വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമാണിത്. കാരണം ഒരു പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ കുപ്പയിൽ ഉണ്ടൊരു മാണിക്യം എന്ന് പറഞ്ഞ പോലെ ആ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളിലെ മാണിക്യക്കല്ല് ചികഞ്ഞു പോയതാണ് ഞങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള അതിമനോഹരമായ ഒരു ഗ്രാമീണ കലാരൂപം, ആ കലാരൂപം മാത്രമല്ല ഗ്രാമീണരൊക്കെ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു സ്ത്രീകളുടെ ഉത്സവമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ മെഗാ തിരുവാതിരയുടെ ലക്ഷ്യം. വനിതാവേദി ചെയർപേഴ്സൺ എം സാവിത്രി, കൺവീനർ കെ വി രമ, കെ മാധവിക്കുട്ടി, ലത രമേഷ് കുമാർ, വായനശാല സെക്രട്ടറി കെ വിദ്യാധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കടമ്പഴിപ്പുറം ബ്ലോക്ക് കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ജനുവരി 11 ശനിയാഴ്ച നടക്കും. പാലക്കാട് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ മുഹമ്മദ് അസ്ലാം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11 ശനിയാഴ്ച രാവിലെ 9:30 കടമ്പഴിപ്പുറം SBI ജംഗ്ഷനിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഹാളിൽ വെച്ചാണ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചിട്ടുള്ളത്. അനുമോദന സദസ്സും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും ഇതോടൊപ്പം നടക്കും. യോഗം പാലക്കാട് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ മുഹമ്മദ് അസ്ലാം ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പ്രസിഡന്റ് ടി വേണുഗോപാലൻ നായർ അധ്യക്ഷനാകും. അംഗങ്ങളുടെ മക്കളിൽ ഡോക്ടറേറ്റ് നേടിയവരെയും 2024 SSLC +2 പരീക്ഷകളിൽ A+, A1 നേടിയ വിദ്യാർത്ഥികളെയും 80 വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെയും ആദരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജാതിമത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അടിയറ വയ്ക്കാതെ പ്രവർത്തിക്കുന്ന എക്സ് സർവീസസ് ലീഗിൻ്റെ എല്ലാ ഘടകങ്ങളിലും നടത്തുന്ന അർദ്ധവാർഷിക ജനറൽ ബോഡി യോഗവും വാർഷിക ജനറൽ ബോഡി യോഗവും നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കടമ്പഴിപ്പുറം ബ്ലോക്കിൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗമാണ് ജനുവരി 11 ശനിയാഴ്ച കടമ്പഴിപ്പുറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പാലക്കാട് ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ ശ്രീ മുഹമ്മദ് അസ്ലം ആണ്. അതോടൊപ്പം ജില്ലാ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തും. അതോടൊപ്പം വിവിധ മേഖലയിലുള്ള ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് വിമുക്തോടെ സമൂഹത്തിന് വേണ്ട ബോധവൽക്കരണ സെമിനാറും അതോടൊപ്പം സീനിയർ അംഗങ്ങളെ ആദരിക്കുകയും ഞങ്ങളുടെ മക്കളിൽ ഡോക്ടറേറ്റ് നേടിയ ശ്രീ ശ്രീജിത്തിനെ സീനിയർ അംഗം ശ്രീ രാജഗോപാലൻ അവരുടെ മകൻ ശ്രീജിത്ത് കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. അദ്ദേഹത്തെയും അതുപോലെ സമ്പൂർണ്ണ A+ ലഭിച്ച ഓർഡിനറി ക്യാപ്റ്റൻ വിവേകൻ്റെ മകള് വിസ്മയയ്ക്ക് സമ്പൂർണ്ണ A+ ലഭിച്ചു. ആ കുട്ടിയെ അനുമോദിക്കുകയും അതുപോലെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ആൾക്കാരെ അനുമോദിക്കുകയും ചെയ്യുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി VS കൃഷ്ണകുമാർ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് ട്രഷറർ V ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലം ലക്കിടിയിൽ ഭാരതപ്പുഴ തീരത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. തീരദേശം റോഡിലെ പമ്പ് ഹൗസിന് സമീപത്തായാണ് ഭാരതപ്പുഴയിൽ മധ്യവയസ്കൻ്റെതെന്ന് തോന്നിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത്. ജലനിധി പമ്പ് ഹൗസിലെ പമ്പ് ഓപ്പറേറ്ററാണ് ആദ്യം മൃതദേഹം കണ്ടത്. 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന വ്യക്തിയുടെ മൃതദേഹമാണ് പുഴയുടെ തീരത്ത് മുളംകൂട്ടങ്ങൾക്കിടയിൽ കാണപ്പെട്ടത്. മൃതദേഹത്തിന് ഏകദേശം ഒരാഴ്ചയോളം പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു. മൃതദേഹത്തിന് സമീപത്തായി ഇയാളുടേതെന്ന് സംശയിക്കുന്ന വസ്ത്രങ്ങളും ചെരുപ്പും കാണപ്പെട്ടിട്ടുണ്ട്. ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. 6 മണിക്കാണ് എനിക്ക് ഡ്യൂട്ടി പമ്പ് ഹൗസിൽ. അപ്പോൾ ഞാൻ പമ്പ് ഹൗസിൽ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്ന സമയത്ത് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം 2-3 ആൾക്കാർ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബോഡി പുഴയിൽ കിടക്കുന്നുണ്ട്, ബോഡിയാണ് തോന്നുന്നു, എൻ്റെ കാല് കാണാണ്ട് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു. ജലനിധി ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ജലനിധി ഓഫീസിൽ നിന്നും അത് എൻ്റെ പ്രസിഡന്റ്, ജലനിധിൻ്റെ പ്രസിഡന്റ്, അയാൾക്ക് വിളിച്ചു പറഞ്ഞു ഓഫീസിൽ നിന്ന്. അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. വെട്ടത്തൂർ പെരിന്തൽമണ്ണ റോഡിൽ തേലക്കാട് കാപ്പ് ഗ്രാമീണ ബാങ്കിന് സമീപത്തുള്ള വളവ് വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. ഇരുദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാഴ്ച മറയ്ക്കും വിധമുള്ള വളവിൽ സുരക്ഷാ കണ്ണാടികൾ പോലും സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. വാഹനങ്ങൾ തൊട്ടുമുന്നിലെത്തിയാൽ മാത്രമേ കാണാൻ കഴിയൂ.
അത്രയ്ക്കും കൊടും വളവാണ് കാപ്പിലേത്. ഈ കാഴ്ചക്കുറവ് മൂലം ഇരുദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ തമ്മിൽ അപകടത്തിൽപ്പെടാറുണ്ട്. റോഡ് നവീകരണ സമയത്ത് അല്പം വീതി കൂട്ടിയെങ്കിലും സ്ഥലത്തിന്റെ ഘടന അനുയോജ്യമല്ലാത്തതിനാൽ വളവ് നിവർത്താൻ സാധിച്ചിട്ടില്ല. ഈ വശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പരസ്പരം കാണാൻ സാധിക്കുന്ന രീതിയിൽ കണ്ണാടികൾ സ്ഥാപിച്ചാൽ അത് ഡ്രൈവർമാർക്ക് വലിയൊരു സഹായമാകും. ബന്ധപ്പെട്ട വകുപ്പുകളോ സന്നദ്ധ സംഘടനകളോ കണ്ണാടികൾ സ്ഥാപിക്കാൻ തയ്യാറാവണമെന്നാണ് ഡ്രൈവർമാരുടെ ആവശ്യം. പെരിന്തൽമണ്ണയിലേക്കുള്ള പ്രധാന പാതയായതിനാൽ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. അങ്ങാടിപ്പുറം പരിയാപുരത്ത് വീണ്ടും പുലിഭീതി. കുറുക്കന്റെ ശരീരാവശിഷ്ടങ്ങൾ പ്രദേശത്ത് കണ്ടെത്തി. വനപാലകർ സ്ഥലത്ത് പരിശോധന നടത്തി. പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാൻ നീക്കം. ആരോടായാലും തന്റെ നിലപാടുകൾ പറയാൻ ഭയമില്ലെന്ന KTDC ചെയർമാൻ PK ശശി. എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് വ്യക്തമായ നിലപാടുണ്ട്. മാധ്യമങ്ങൾ തന്റെ ചില വാക്കുകൾ അടർത്തിയെടുത്തു നൽകുന്നുവെന്നും PK ശശി. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ മെമു സർവീസുകൾ 2 മാസത്തിനകം ആരംഭിച്ചേക്കും. പരീക്ഷണാടിസ്ഥാനത്തിലാകും ട്രെയിനുകൾ ഓടിക്കുക. രാത്രികാല മെമുവും പകൽ സമയ മെമുവും പരിഗണനയിൽ. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ട്രോഫി നൽകിയതിൽ അട്ടിമറി. ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ പോയിന്റിൽ ക്രമക്കേട് കണ്ടെത്തി. ഓവറോൾ നേടിയ എടപ്പലം PT മെത്തീംഖാന സ്കൂളിൽ നിന്നും ട്രോഫി തിരിച്ചുവാങ്ങി നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകും. ക്രമക്കേട് നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് AEO. ഒറ്റപ്പാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. സുരക്ഷിതമല്ലാതെ സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. മത്സ്യ മാംസ കടകളിലും പരിശോധന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.